ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 14,000 തൊട്ട് ഒരു 15,000 അടി ഹൈറ്റിലൂടെയാണ്. അതുമാത്രമല്ല, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മഞ്ഞ് നിറഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സമ്മർ സീസണാണ്. സമ്മർ സീസണായിട്ട് പോലും ഇത്രയും മഞ്ഞുണ്ട്. അപ്പോൾ വിൻ്റർ സീസണിലെ കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം വിൻ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റിൽ അല്ലെങ്കിൽ ഒരാളുടെ പകുതി ഹൈറ്റിലൊക്കെ ഇവിടെ മഞ്ഞ് നിറഞ്ഞ് കിടക്കണം. അതുമാത്രമല്ല, ആ സമയത്തൊന്നും ഇങ്ങോട്ട് കയറ്റി വിടില്ല, ഇതിൽ കൂടെ പോകാൻ സമ്മതിക്കില്ല. കാരണം ഗവൺമെൻറ് ഇവിടെയൊക്കെ വളരെ റിസ്ട്രിക്റ്റഡ് ആവും. ഇപ്പോൾ ഒരു സീസണായ കാരണം ആൾക്കാരെ വിടുന്നു എന്ന് മാത്രം. സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ ഒരു മെയ് തൊട്ടിട്ട്, അതായത് വിൻ്റർ സീസൺ കഴിഞ്ഞ് ഒരു മെയ് തൊട്ടിട്ട് പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിൽ കൂടെ ഇത് ലഡാക്കിലേക്ക് പോണ ഒരു വഴിയാണ്. അതായത് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോണ വഴിയിലുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പേരാണ് റോത്തങ് പാസ് എന്ന് പറയും. അതായത് മണാലിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററാണ് ഈ റോത്തങ് പാസിലേക്ക് ഉള്ളത്. ആ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മണാലിയിൽ വന്നു കഴിഞ്ഞാലും ഏകദേശം ഒരു മെയ് മാസം തൊട്ടിട്ട് ഒരു ഒക്ടോബർ മാസം വരെയാണ് നമുക്ക് ഇവിടേക്ക് അലൗഡ് ഉള്ളൂ. അല്ല വിസിറ്റേഴ്സ്, ടൂറിസ്റ്റുകൾക്ക് അലൗഡ് ഉള്ളൂ. കാരണം വെച്ചാൽ ബാക്കിയുള്ള എല്ലാ മാസം ഇവിടെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. മണാലിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏത് സീസണിൽ വന്നു കഴിഞ്ഞാലും മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കാണണം വെച്ചെങ്കിൽ ഈ റോത്തങ് പാസിൽ വരണം. പിന്നെ ഇപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അംതാ പാസിലൊക്കെ മഞ്ഞ് കാണാം. പക്ഷേ അതൊരു മെയ് ജൂണിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ മെയ്യിലൊന്നും ഇപ്പോൾ അംതാ പാസിൽ മഞ്ഞൊന്നും ഉണ്ടാവില്ല. പക്ഷേ റോത്തങ് പാസിൽ നമുക്ക് ഏത് സീസണിൽ പോയി കഴിഞ്ഞാലും ഇതേമാതിരി മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു മെയ് മാസമാണ്. മെയ് മാസം പകുതിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അംതാ പാസിൽ പോയപ്പോൾ അവിടെ മഞ്ഞൊന്നുമില്ല. പക്ഷേ റോത്തങ് പാസിൽ നിറച്ച് മഞ്ഞുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഇപ്പോൾ നിറയെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വേറൊരു വിഷയമുണ്ട്. നമ്മൾ സ്വന്തം കാറായിട്ടൊക്കെ വരുമ്പോൾ ഈ റോത്തങ് പാസിൽ അവരങ്ങോട്ട് കയറ്റി വിടില്ല. അവിടെ ഒരു ടൈമിങ്ങൊക്കെ ഉണ്ട്. ആ ടൈമിങ്ങിനനുസരിച്ചിട്ട് തിരക്കിനനുസരിച്ച് കുറച്ച് വണ്ടികളൊക്കെ കയറ്റി വിടുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ വഴിയിൽ നിന്ന് അതിനൊരു പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇപ്പോൾ മണാലിയിൽ വന്നിട്ട് അവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, അവർ അതെല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അതിൻ്റെ പാസ് എടുക്കാനും പിന്നെ അവിടെ അവർ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് കയറ്റി വിടുകയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം. ഇവിടേക്കൊക്കെ കയറി വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ഇവിടെ ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിഷയമാണ്. കാരണം ഇവിടെ ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ നമുക്ക് ശ്വാസം നേരെ ചൊവ്വ വിടാനോ അല്ലാതെ നമുക്ക് സംസാരിക്കാനും നടക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതെന്ന് വെച്ചാൽ നമുക്ക് പ്യുവർ ഓക്സിജൻ അല്ല, ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ആരോഗ്യമുള്ള ആൾക്കാർക്ക് അത് വലിയ വിഷയമായിട്ട് തോന്നിയില്ല വെച്ചെങ്കിലും കുറച്ച് ആരോഗ്യം കുറഞ്ഞ ആൾക്കാർക്കും അല്ലാച്ചെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരുമ്പോൾ ഈ ഓക്സിജൻ്റെ ഈ ഒരു വിഷയം നമ്മളെ വല്ലാണ്ട് ബാധിക്കും. മീൻസ് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ വളരെ കിതപ്പ്, നടക്കുമ്പോഴൊക്കെ വലിയ കിതപ്പൊക്കെ അനുഭവപ്പെടും. ഈ റോത്തങ് പാസ് ഉള്ളത് ഏകദേശം ഒരു 13,000 അടി ഹൈറ്റിലാണ്. 13,000 അടി ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ അതാണ് ഇത്രയും മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആവാൻ കാരണം. അതുമാത്രമല്ല, അവിടുത്തെ ഓക്സിജൻ്റെയൊക്കെ നമ്മൾ എത്രത്തോളം ഹൈറ്റ്സിൽ പോകണം അത്രത്തോളം ഓക്സിജൻ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അതിനൊരു കാരണം നമുക്ക് അവിടെ വന്ന് നോക്കിയാൽ കാണാം, അവിടെ പുല്ലൊന്നും ഉണ്ടാവില്ല. പുല്ലും ചെടികളൊക്കെ നിൽക്കുന്ന മലകളാണ് വെച്ചെങ്കിൽ അവിടെ ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും ഹൈറ്റ്സിലേക്ക് മേലേക്ക് കയറുന്തോറും പുല്ലുകളും ചെടികളൊന്നും ഉണ്ടാവില്ല, പകരം മഞ്ഞാണ് ഉണ്ടാവുക നിറച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കുന്നു. ഇനിയിപ്പോൾ റോത്തങ് പാസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പാരാഗ്ലൈഡിങ് അവിടെ ഇപ്പോൾ പോപ്പുലറാണ്. കണ്ടമാനം പാരാഗ്ലൈഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും, നമുക്കതിൽ കയറാൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പോലും അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുമാത്രമല്ല, പിന്നെ മൗണ്ടൻ ബൈക്കില്ല, ഐസി കൂടെ പോണ ബൈക്ക്, അതുകൂടാതെ കുതിരപ്പുറത്തുള്ള യാത്ര, അതേമാതിരി എന്താ പറയുക യാക്കുകളുടെ മേലുള്ള യാത്ര, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പോയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്കിതൊക്കെ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് നിറച്ച് എവിടെ നോക്കിയാലും മഞ്ഞ് നിറഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റോത്തങ് പാസ് എത്താറായി എന്നർത്ഥം. മണാലി വന്നു കഴിഞ്ഞാൽ ചെറിയ ആൾട്ടോ മാലത്തെ ടാക്സികൾ കിട്ടും. അതേമാതിരി കുറച്ചുകൂടി വലിയ മഹേന്ദ്രയുടെ വണ്ടികളും അങ്ങനെ വലിയ വണ്ടികളൊക്കെ വാടകയ്ക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഓൾട്ടോ എടുത്തിട്ടാണ് വന്നത്. മാരുതി ഓൾട്ടോയ്ക്ക് ഒരു 3,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കൊണ്ടുപോയി കാണിച്ച് താഴ്ത്തി തിരിച്ച് കൊണ്ടുവന്നതിന് 3,000 രൂപ, ഇൻക്ലൂഡിങ് അതിൻ്റെ എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ടാക്കണം, പാസ്, അതിനൊക്കെ അടക്കം 3,000 രൂപ പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ആൾട്ടോയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര റോത്തങ് പാസിലേക്ക്. ഇതേമാതിരി നമ്മൾ മണാലിയിൽ നിന്ന് ടാക്സിയൊക്കെ പിടിക്കുമ്പോൾ അവരായിട്ടൊന്നും ബാർഗെയിൻ ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ അവർ നല്ല മുറിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് കുറച്ച് കിട്ടും.
അപ്പോൾ നമ്മൾ റോത്തങ് പാസിലെത്തിയേക്കാണ്. ഇവിടെ വന്നാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. മാത്രമല്ല ഒരുപാട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളെ കാണാം. യാക്കിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾ, സ്കീയിങ് നടത്തുന്നവർ, കൂടാതെ ഐസിൻ്റെ മുകളിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾ, പാരാഗ്ലൈഡിങ് നടത്തുന്ന ടൂറിസ്റ്റ്, അങ്ങനെ ഇവിടെ ഫൺ ആക്ടിവിറ്റികൾ കണ്ടമാനുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ മണാലിയിൽ ഇപ്പോൾ എയർ ബലൂണിൽ യാത്ര നടത്താൻ പറ്റും കേട്ടോ. കണ്ടമാനം എയർ ബലൂണുകൾ ഇപ്പോൾ നമുക്ക് മണാലിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഈ റോത്തങ് പാസിൽ എയർ ബലൂണുകളില്ല. ശരിക്കും പറഞ്ഞാൽ റോത്തങ് പാസിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾ കുറവാണ്. കാരണം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ഈ റോത്തങ് പാസ് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. കാരണം മഞ്ഞൊന്ന് കുറഞ്ഞപ്പോഴാണ് ഇത് ഓപ്പണായി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റോത്തങ് പാസിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.